ചുട്ടെടുത്ത ചിക്കനാണ്. പുതുമയൊന്നുമല്ല, എല്ലാവരും ചെയ്തിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മളൊന്നൊന്ന് ട്രൈ ചെയ്യാം എന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസ് ഒന്ന് കാണാം. തീർച്ചയായിട്ടും ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഇന്ന് ചുമ്മാ ഒന്നിങ്ങനെ ഇറങ്ങിയതാണ്. മണ്ണാർക്കാടിൻ്റെ ഇച്ചിരി ഉള്ളിലോട്ട് കയറിയിട്ട് ചിക്കൻ ഇലയിൽ പുഴുങ്ങിയെടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. നല്ല ഫ്രഷ് വെള്ളത്തിൽ കഴുകി കുളിപ്പിച്ചെടുത്തിട്ടാണ് കേട്ടാ. പക്ഷേ വരയിട്ട് കൊടുക്കുകയാണ്, കാരണം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മസാല പിടിച്ചിട്ടില്ല. അതെ, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഗാർലിക് സോസ്, ഉപ്പ്, വെളിച്ചെണ്ണ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള മസാലയാണ്. നമ്മുടെ ചിക്കൻ റെഡിയായിട്ട് അങ്ങനെ ഉഷാറായി കിടന്നാണ്. ഇതിലാണ് ചിക്കൻ്റെ പുറത്ത് മൊത്തം തേച്ച് എല്ലാ ഭാഗത്തും കട്ട് ചെയ്ത ഭാഗത്ത് കൂടെ മുഴുവൻ തേക്കാണ്. മുറിച്ച ഭാഗത്ത് മുഴുവൻ തവണയാണെങ്കിൽ നമുക്കെല്ലാം നന്നായിട്ട് മസാല പിടിക്കുന്ന വിധത്തിൽ അതുകൂടെയൊക്കെ തേച്ച് സെറ്റാക്കുകയാണ്. നല്ല മസാലയൊക്കെ തേച്ച് നമ്മുടെ ചിക്കനെ പൊടിപ്പിച്ച് കുട്ടപ്പനാക്കിയത് റെഡിയാക്കിയിട്ട് പൊതിയിലോട്ട്, വാഴപ്പൊതിയിലോട്ട് നമ്മൾ പൊതിയാൻ പോവുകയാണ്. ഒക്കെ റെഡിയാണ്. നമ്മൾ കട്ട് ചെയ്ത എല്ലാവരുടെയും ഉള്ളിൽ വശത്ത് കൂടെ മൊത്തം മസാലയൊക്കെ തേച്ച് നന്നായിട്ട് പിടിപ്പിക്കണം. എന്നാലും നമുക്ക് അതിൻ്റെ ഒരു രുചി കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇനി നമ്മളിതാ പൊതിയിലേക്ക് വെക്കുകയാണ്. നമ്മൾ മസാലയൊക്കെ തേച്ച ചിക്കനിലേക്ക് നമ്മുടെ നാരങ്ങ പിഴിഞ്ഞിടുകയാണ്. അത് എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല, പക്ഷെ നമുക്കത് നല്ല ടേസ്റ്റി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഒരു നാരങ്ങനെ കട്ട് ചെയ്ത് എല്ലാ വശത്തും കൂടി നാരങ്ങ ആർക്കും പറ്റാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളി കൂടി ഇതിലേക്ക് യൂസ് ചെയ്യാം. തക്കാളി വേണമെങ്കിൽ തക്കാളി യൂസ് ചെയ്യാം. തക്കാളി ഒന്നും കൂടി നമുക്ക് നല്ല രുചി തരുന്ന ഒന്നാണ്. അപ്പോൾ നന്നായിട്ട് നാരങ്ങ നീര് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിനെ പാക്ക് ചെയ്യാൻ പോവാണ്. നമ്മുടെ ചിക്കൻ മസാലയൊക്കെ പുരട്ടി വാഴൻ്റെ ഇലയിലൊക്കെ പൊതിഞ്ഞതാ ഫോയിൽ പേപ്പറിൽ ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ പറയുക, ചുട്ട് എടുക്കാൻ പോവുകയാണ് ഇതിന് മൊത്തത്തിൽ. ഏകദേശം എല്ലാം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ആണ് സെറ്റായിട്ട് നമുക്കപ്പോൾ ചുട്ടെടുക്കാം. ചിക്കൻ ഇതാ നമ്മൾ നല്ല കനലായിട്ടുണ്ട്. ചിരട്ടയുടെ ഒക്കെ അപ്പോൾ അതിലേക്ക് ഇറക്കി വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കന് ഏകദേശം ആയിട്ടുണ്ടാവും. ഏകദേശം 1 മണിക്കൂറിൻ്റെ മുകളിലായി. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ്. നല്ല കനലുണ്ട്, ഇപ്പോഴും കനൽ പോയിട്ടില്ല. ഇരിക്കാനുള്ളൊരു നല്ല ചൂടുണ്ട്. ഏകദേശം നല്ല ചെറിയൊരു മണമൊക്കെ. നമ്മുടെ വാഴയിലൊക്കെ ഏകദേശം നന്നായിട്ട് വാടി സെറ്റായി കിടക്കുകയാണ്. അതിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫുള്ള് സെറ്റ്, നല്ല മസാലയൊക്കെ പിടിച്ച്
സൂപ്പറായിട്ട് നല്ല നല്ലൊരു നല്ല കടിക്കുമ്പോഴാണ്. എന്തായാലും ഇതിൻ്റെ ചൂടൊന്ന് മാറട്ടെ, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ ഏകദേശം റെഡിയാണ്, പക്കയായിട്ട് നല്ല മസാലയൊക്കെ പിടിച്ച് മസാല ഇച്ചിരി കൂട്ടിയിട്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ എന്താ പറയുക, സൂപ്പറായിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. നമുക്കൊന്ന് നോക്കി നോക്കാം. നല്ല ചൂട് പോയിട്ടില്ല. അടിപൊളി. കഴിച്ചോ, ഒരു പീസ് എടുക്കാം. ഓക്കെ ഓക്കെ. ഒന്നും പറയാനില്ല, ഗംഭീരം. ചിക്കനെ നല്ല രീതിയിൽ മസാലയൊക്കെ ഇട്ട് കുരുമുളകൊക്കെ ഇട്ട് നല്ല പടപ്പനാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ നമ്മളത് എന്തായാലും എല്ലാവരും ഇവിടെ നിന്ന് കഴിക്കാൻ നിൽക്കുകയാണ്. ഏകദേശം 1 മണിയായി, സംഭവം സൂപ്പറായി.